അടുത്ത ദിവസം ടെമ്പറേച്ചർ നേരെ 12ലേക്ക് താഴെയാണ്. 0-ലേക്ക് എത്തിയ തണുപ്പ്, ഒരു രക്ഷയില്ല. പ്രാഗിലെത്തുമ്പോഴേക്കും അടുത്ത ദുരന്തം, പ്രളയം, കൊടും പ്രളയം. അവിടെ എല്ലാം റോഡുകളൊക്കെ ഒലിച്ചുപോയി മുങ്ങിക്കിടക്കുന്നു. ഒരു മനുഷ്യൻ പിന്നെ 2 ദിവസത്തേക്ക് പുറത്തില്ല. ഞാൻ കരുതിയിരുന്നത് സൗദി വഴി പോകാമെന്നാണ്. അപ്പോഴാണ് അറിയുന്നത് സൗദി വഴി സൈക്കിളിന് പോകാൻ പറ്റില്ല. ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ഒരു പെൺകുട്ടി ക്യാൻസർ 4th സ്റ്റേജിലുള്ള ആളാണ്. പിന്നെ അവരെനിക്ക് അയക്കുന്നത് ഫോട്ടോ, മല കയറുന്നത്, കാട്ടിൽ കയറുന്നത്, ഒരുപാട് സഞ്ചരിക്കുന്ന, സൈക്കിൾ ചെയ്യുന്ന. അവരെന്നോട് പറയുന്നത്, നീയാണ് എനിക്ക് ജീവിക്കാനുള്ള പ്രേരണ തന്നത്, എനിക്കിനി ജീവിക്കണം. ഞാൻ എന്തായാലും പെട്ടെന്ന് തന്നെ സ്വിറ്റ്സർലൻഡിയും പുറത്തേക്ക് കടക്കാമെന്ന് കരുതി. ഒരു നേരത്തെ ഭക്ഷണത്തിന് മാത്രം ഭയങ്കര എക്സ്പെൻസ് വരുന്നു, താമസത്തിനൊക്കെ വേറെ. അപ്പം എന്തായാലും പുറത്തേക്ക് കിടക്കാമെന്ന് കരുതി ഞാൻ നീങ്ങുന്നത് ന്യൂയംബർഗിലേക്കാണ്. ഹോഫ് ന്യൂയംബർഗ് എന്ന് പറഞ്ഞിടത്തേക്കാണ്. അങ്ങനെ ലിൻഡാവ് നിന്ന് നേരെ ഞാൻ ന്യൂയംബർഗിലെത്തി. ന്യൂയംബർഗിൽ സഞ്ചരിക്കുമ്പോൾ ന്യൂയംബർഗ് വളരെ പ്രസിദ്ധമാണ് ജർമ്മനിയിൽ. കാരണം ഹിറ്റ്ലർ 2ാം ലോക മഹായുദ്ധാനന്തരം നാസി പടയാളികളെ വിചാരണ ചെയ്ത ഇടമാണ് ജർമ്മനിയിലെ ന്യൂയംബർഗ് എന്ന സ്ഥലം. അപ്പം അതിൻ്റെ അടുത്ത് നിന്ന് ചെക്ക് വഴി അങ്ങനെ പോകാമെന്നാണ് ഞാൻ കരുതിയത്. അപ്പം ന്യൂയംബർഗിലൂടെ പോകുമ്പോൾ ഒരു ഗ്ലോബ് ട്രോട്ടർ എന്ന് പറഞ്ഞ് ഒരു ഷോറൂം, ഒരു 3 നിലയുള്ള ഒരു കെട്ടിടം കാണുകയാണ്. നമ്മളുടെ ബാക്ക് പാക്കേഴ്സിൻ്റെ, ദീർഘദൂര യാത്രക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ കൊടുക്കുന്ന ഇടമാണ്. അപ്പം നമ്മൾ ഈ ഗ്ലോബ് ട്രോട്ടറെ നമ്മൾ കേട്ടിട്ടുണ്ട്. കാരണം ഫിജിറാവൺ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ 2 മലയാളികൾക്കടക്കം അവർ പോളാർ എക്സ്പെഡീഷൻ ഉണ്ട്. പോളാർ എക്സ്പെഡീഷന് വേണ്ടിയിട്ട് അവർ സ്പോൺസർ ചെയ്യാറുണ്ട്. അങ്ങനെ 2 മലയാളികളടക്കം അതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട്. അവരും ഈ യാത്രയിൽ വന്നിട്ടുണ്ട്. അപ്പം ആ ഗ്ലോബ് ട്രോട്ടർ എന്നുള്ള കമ്പനിയുടെ അത് കണ്ടിട്ട് ഞാൻ ആ ഷോറൂം ഒന്ന് കയറി കാണാമെന്ന് കരുതി വണ്ടി പുറത്ത് വെച്ചു. കയറി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്നു. താങ്കളുടെയാണ് ആ വണ്ടി എന്ന് ചോദിച്ചു. അപ്പോൾ ഈ വണ്ടി പുറത്ത് വയ്ക്കുന്ന യൂറോപ്പിൽ എപ്പോഴും ഞാൻ പറഞ്ഞല്ലോ പോക്കറ്റ് അടിയുടെ കേന്ദ്രമാണ്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വണ്ടി ഒന്ന് നോക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഒട്ടും സേഫ് അല്ല പുറത്ത് വയ്ക്കുന്നത്. എൻ്റേതാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, എന്നാൽ അതൊന്ന് അകത്തേക്ക് വയ്ക്കാമോ, ഞങ്ങൾ ഇതിൻ്റെ ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷമായി, വണ്ടി സേഫായല്ലോ. ഒരു ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ ഇട്ടേക്കുന്ന ടീഷർട്ടിനകത്തൊരു സൈക്കിളിൻ്റെ പടമുണ്ട്. അപ്പോൾ മറ്റ് സ്റ്റാഫുകൾ, ലേഡികളൊക്കെ വന്നിട്ട് പറഞ്ഞു, ഈ ടീഷർട്ട് എനിക്കാണ് ചേരുന്നത്, സൈക്കിളിൻ്റെ പടമുള്ള ടീഷർട്ട് എന്ന് പറഞ്ഞു. അവർ അങ്ങനെ തമാശ വീട്ടിൽ അയാളോട് വേണമെന്ന് ഒരു പെൺകുട്ടി പറഞ്ഞു. അയാളോട് അത് എനിക്ക് ഊരി കൊടുക്കാൻ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഒരു ഗിഫ്റ്റ്, ആ സെയിം ടീഷർട്ട്, അവരുടെ ബ്രാൻഡ് പുതിയത് എനിക്ക് ഗിഫ്റ്റായിട്ട് അവർ തരികയാണ്. ഒരു ഷോറൂം 3 നില ഷോറൂമുണ്ട്. ഞാൻ ഇങ്ങനെ ഓരോന്ന് കാണും തോറും, കാരണം ബാക്ക് പാക്കേഴ്സിന് പറ്റിയ എല്ലാ സാധനങ്ങളുമാണുള്ളത്. എല്ലാം നമുക്ക് വേണമെന്ന് തോന്നുന്നു. പക്ഷെ എല്ലാം പ്രീമിയം ആണ്, പ്രീമിയം ക്വാളിറ്റി ഉള്ളതാണ്, വളരെ വിലയുണ്ട്. അപ്പം എന്തായാലും നമുക്ക് ഒന്നും മേടിക്കാൻ പറ്റില്ലെങ്കിൽ എല്ലാം കണ്ടുകൊണ്ട് ഞാനിങ്ങനെ നോക്കി നടക്കുകയാണ്. എന്തായാലും എനിക്ക് ഇവർ ഇത്രയും സഹായിച്ചു, ഇത്രയും ഇത് തന്നല്ല. എനിക്ക് ആവശ്യമുള്ളതെന്ന് കണ്ട ഒരു പൗച്ച്, അതിനാണ് ഞാൻ അവിടെ കണ്ടതിൽ ഏറ്റവും വില കുറവ് കണ്ടു, 15 യൂറോ. ഇത് ഞാനെടുത്ത് ബില്ല് ചെയ്യാൻ നേരത്ത് പെട്ടെന്ന് തന്നെ അത്ഭുതകരമായിട്ട് ഇവരെല്ലാവരും കൂടി അവിടെ വന്നേക്കണം. അപ്പം നേരത്തെ അവർ വന്നിട്ട് നിങ്ങളുടെ ടെൻറ്റ് ഞങ്ങൾ കണ്ടു, ഇത് സൈക്കിൾ യാത്രയ്ക്ക് ഒട്ടും പറ്റിയതല്ല, അതുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്കൊരു ടെൻറ്റ് സമ്മാനമായി തരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. താങ്കൾക്ക് അതിൽ വിഷമമുണ്ടോ? ശരിക്കും ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, നമ്മൾ ആളുകൾക്ക് പലതും സൗജന്യമായോ പണമായോ മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്താലും ആളുകൾ മറന്നു പോകാം. പക്ഷേ ഹൗ യു മേഡ് ദം ഫീൽ, അവർക്ക് നിങ്ങൾ എങ്ങനെയാണ് അനുഭവപ്പെട്ടത്. അതുകൊണ്ടാണ് നമ്മൾ ചിലരെയൊക്കെ 5 മിനിറ്റ് നമ്മൾ പരിചയപ്പെട്ടുള്ളൂ, അല്ലെങ്കിൽ 1 മണിക്കൂറേ പരിചയപ്പെട്ടുള്ളൂ. പക്ഷെ അവർ നമ്മൾ ജീവിതകാലം മുഴുവൻ ഓർത്തിരിക്കുന്നു. നമുക്ക് ജീവിതകാലം മുഴുവൻ സഹായം ചെയ്തവർ ചിലപ്പോൾ നമ്മൾ മറന്നു പോകാറുണ്ട്. അതിന് കാരണം ഹൗ യു മേഡ് ദം ഫീൽ എന്നുള്ള ഒരു വാക്കുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. അതായത് ഈ രാജ്യങ്ങളെല്ലാം എനിക്ക് തന്നത് കംഫർട്ടാണ്, കൂടുതൽ ആശ്വാസമാണ് തന്നത്. അല്ലാതെ എനിക്ക് തന്ന ചില സമ്മാനങ്ങളുടെ ഇത് പറയാനല്ല. അടുത്ത ദിവസം ടെമ്പറേച്ചർ നേരെ 12ലേക്ക് താഴെയാണ്. കൊടും തണുപ്പ്, മഴ. ഒരു മനുഷ്യൻ പിന്നെ 2 ദിവസത്തേക്ക് പുറത്തില്ല. എൻ്റെ കയ്യിലാണെങ്കിൽ ഞാൻ 3 ജോഡി വസ്ത്രങ്ങളുമായിട്ടാണ് യാത്ര ആരംഭിച്ചത്. ഈ ടീഷർട്ട് അടക്കം ഇതുപോലത്തെ 3 ടീഷർട്ടുകളും 3 3/4 കൊടും തണുപ്പായി, ഇതൊന്നും പറ്റില്ല. അതിന് മുമ്പ് തന്നെ എന്നെ കണ്ടപ്പോൾ തന്നെ പലരും പറയുന്നുണ്ട്, നിങ്ങൾക്ക് ക്ലൈമറ്റ് മാറുകയാണ്. സത്യത്തിൽ വിൻ്റർ 1 മാസം കൂടി കഴിഞ്ഞാണ് വരേണ്ടത്, 1 മാസം നേരത്തെ എത്തിയതാണ്. അപ്പോൾ ഇത് പറ്റില്ല എന്നുള്ളത്. യൂറോപ്പിലെ ഏറ്റവും വലിയ ക്വാളിറ്റി, യൂറോപ്പിൽ എവിടെ ചെന്നാലും, ഏത് ഗ്രാമത്തിൽ ചെന്നാലും 2 or 3 സെക്കൻഡ് ഷോപ്പുകളുണ്ട്. നമുക്ക് ശീലമേ ഇല്ലാത്ത ഒന്നാണ് മറ്റൊരാൾ ഉപയോഗിച്ച വസ്ത്രം ഇടുക എന്നുള്ളത്. ഞാൻ എന്തായാലും വിൻ്ററിൻ്റെ കുറച്ച് ക്ലോത്തുകൾ സെക്കൻഡ് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചു. ഇനി ചെക്കിലേക്ക് നീങ്ങുകയാണ്. ചെക്കിൻ്റെ തലസ്ഥാനമായുള്ള പ്രാഗ് വഴി അങ്ങനെ സ്ലോവാക്യ വഴി വിയന്നയിലേക്ക്, അങ്ങനെ ബൾഗേറിയയ്ക്കാണ്
യാത്ര. ബുൾഗാറിയ എന്നാണ് അവർ ഉച്ചരിക്കുന്നത്, ബൾഗേറിയ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ പ്രാഗിലെത്തുമ്പോഴേക്കും അടുത്ത ദുരന്തം, പ്രളയം, കൊടും പ്രളയം. നമ്മുടെ കേരളത്തിലുണ്ടായ പോലെ തന്നെ അവിടെ എല്ലാം റോഡുകളൊക്കെ ഒലിച്ചുപോയി മുങ്ങിക്കിടക്കുന്നു. പൂജ്യത്തിലേക്ക് എത്തിയ തണുപ്പ്, ഒരു രക്ഷയില്ല. അപ്പം സർക്കാരിൻ്റെ വക നിർദ്ദേശം വന്നു, ആരും ഉള്ളയിടത്ത് നിന്ന് സഞ്ചരിക്കരുത്, അവിടെ തന്നെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 3 ദിവസമായി 4 ദിവസമായി ഒരാഴ്ചയായപ്പോൾ എനിക്ക് വെറുതെ ഇങ്ങനെ ഒരിടത്ത് തന്നെ നിന്നിട്ട് കാര്യമില്ല. എന്തായാലും ചെക്ക് മഴയും ഇത്രയും പ്രളയമാണ്, നീങ്ങാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. അപ്പോൾ ചവിട്ടി പോകാൻ പറ്റില്ല, എന്നാൽ ഇനി ട്രെയിന് പോയിട്ട് നേരെ ചെക്കിന് പുറത്തേക്ക് ഇറങ്ങാമെന്നാണ് എൻ്റെ മനസ്സിലുള്ളത്. അപ്പോൾ നേരെ ഓസ്ട്രിയയ്ക്ക് നീങ്ങാമെന്നാണ്. അപ്പോൾ ഓസ്ട്രിയയിലും പ്രളയമാണ്. ഞാൻ റൂം വെക്കേറ്റ് ചെയ്യാൻ നേരത്ത് അദ്ദേഹം കണ്ടു പറഞ്ഞു, ഇത് നിങ്ങൾ യാത്ര ചെയ്തത് വളരെ അപകടമാണ്, മഴയാണ് ഇത്രയും. ഹോട്ടലിലെ ഒരാൾ. ഞാൻ പറഞ്ഞു, ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല, യാത്ര പോയേ പറ്റുള്ളൂ, ഞാൻ യാത്രികനാണ്. അപ്പോൾ അദ്ദേഹം കണ്ടു പറഞ്ഞു, ഇപ്പോൾ മനസ്സിലായി താങ്കൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റുന്നതെന്ന്. എന്തായാലും വരുന്നിടത്ത് വെച്ച് നേരിട്ടേ പറ്റുള്ളൂ. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇത്തരം ഇതൊക്കെ വരും. എന്തായാലും ഞാൻ ട്രെയിനിന് നേരെ വിയന്നയിലേക്ക്, അവിടെ നിന്നൊരു ട്രെയിൻ പിടിച്ച് നേരെ സൈക്കിളും കയറ്റി വിയന്നയിലേക്ക് പോവാണ്. അപ്പോൾ പോകുന്ന വഴിക്കാണ് പാലങ്ങളൊക്കെ മുങ്ങിക്കിടക്കുന്നത്, ചില റോഡുകൾ ഒഴുകി പോയേക്കണത്, വെള്ളം മുങ്ങിക്കിടക്കുന്നതൊക്കെ കാണാം. എന്തായാലും റെയിൽവേ പാത ഭാഗ്യത്തിന് ക്ലിയർ ആയതുകൊണ്ടായിരിക്കാം വിയന്ന വരെ എത്തി. വിയന്നയിലെത്തുമ്പോഴും അവിടെയും പ്രളയം തന്നെയാണ്. അവിടെ വിയന്നയിൽ, ഓസ്ട്രിയയുടെ തലസ്ഥാനമായിട്ടുള്ള വിയന്നയിൽ അവർ പ്രളയം നേരിടാനായിട്ട് 60 കൊല്ലം മുമ്പ് ഒരു പ്രത്യേക നദിയെ രണ്ടാക്കിയിട്ട് വിഭജിച്ച് ഒരു കനാലും കൊണ്ടുവന്നു. ഈ 2 കനാലുകളും നിറഞ്ഞു കവിഞ്ഞ് ധാരാളം പേര് മരിക്കുകയും ചെയ്ത പ്രളയമാണ് അവിടെയും. എന്തായാലും ഇപ്പോൾ 2 മാസം കഴിഞ്ഞിരിക്കുന്നു. 3 മാസം കൂടുമ്പോൾ യൂറോപ്പിന് പുറത്തേക്ക് പോകണം. അപ്പം ഞാൻ ആദ്യത്തെ യൂറോപ്യൻ യാത്ര ആയതുകൊണ്ട് തന്നെ തിരിച്ചുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് തന്നെ എടുക്കുകയും ചെയ്തിരുന്നു. അപ്പം ഞാൻ കരുതി എക്സിറ്റ് എന്നാൽ ദുബായിക്ക് മാറാമെന്ന് കരുതി. എന്നിട്ട് ദുബായിൽ നിന്ന് ചവിട്ടി സൗദി വഴി അങ്ങനെ ചവിട്ടി വരാമെന്നുള്ള ഒരു ഇതിലാണ് ഞാൻ ഇരിക്കുന്നത്. ഞാൻ എന്തായാലും വേഗം തന്നെ ചവിട്ടി, വേഗം തന്നെ ബുൾഗേറിയയിൽ നിന്ന് സോഫിയയ്ക്ക് പോയി. സോഫിയയിൽ നിന്നാണ് ടിക്കറ്റ് എടുത്തിട്ടുള്ളത്, ഗൾഫിലേക്ക്, ദുബായിക്ക് ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. വീണ്ടും ഇതുപോലെ തന്നെ അഴിച്ച് പാക്ക് ചെയ്ത് വീണ്ടും ദുബായിക്ക് വേണ്ടി വരികയാണ്. നേരെ ദുബായിക്ക് പോകുന്നു. ദുബായിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും വേറെയാണ്. കാരണം പിന്നെ യൂറോപ്യൻസ് എല്ലാം മലയാളികളുമായിട്ടാണ്. എവിടെ ചെന്നാലും മലയാളികൾ തന്നെ. പ്രത്യേകിച്ച് എനിക്ക് ഈവൻ എൻ്റെ ബാഗ് വളരെ മോശമായിരുന്നു, ആദ്യം ഉണ്ടായ സൈക്കിൾ ബാഗ്, അതെല്ലാം സ്പോൺസർ ചെയ്ത് അത് മാറ്റിയിട്ട് എനിക്ക് കുറച്ച് പൈസ തന്നു. എയിംസ് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മലയാളിയുടെ തന്നെ, നാഷിദ് എന്ന് പറഞ്ഞ് ഒരു മലയാളിയുടെ തന്നെ ഒരു സ്ഥാപനം, അദ്ദേഹം എന്നെ അറിയുക പോലുമില്ല, എന്നെ കേട്ടിട്ടുമില്ല. അദ്ദേഹം വേഗം തന്നെ എനിക്ക് 2 ബാഗ്, കുറച്ച് പൈസ, പിന്നെ യാത്രയിൽ ഇടയ്ക്ക് ചില സഹായങ്ങളൊക്കെ ചെയ്തു തന്നു. അങ്ങനെ ധാരാളം മലയാളികൾ സഹായിച്ചിട്ടുണ്ട്. UAE എല്ലാ എമിറേറ്റുകളിലും സഞ്ചരിച്ച് പിന്നീട് ഒരു 1.5 മാസം കഴിഞ്ഞപ്പോൾ നേരെ ഒമാനിലേക്ക് ഇനി. UAEക്കകത്ത് അധികം നമ്മൾ എമിറേറ്റുകളെ, അതായത് അറബികളെ അധികം കാണില്ല. കാരണം അവർ വേറെ ഇടത്താണ് കാണുന്നതെല്ലാം മലയാളികൾ, ഇന്ത്യൻ വംശജർ, മറ്റു രാജ്യക്കാർ, ഇങ്ങനെയൊക്കെയാണ് കാണുന്നത്. പക്ഷേ ഒമാനിലേക്ക് പോകുമ്പോൾ വളരെ വ്യത്യസ്തമാണ്. ഒമാനികളെ നമ്മൾ എവിടെയും കാണാം. കാരണം അവിടുത്തെ ടാക്സി ഡ്രൈവർമാർ ഒമാനികളാണ്, ഏറ്റവും സാധാരണക്കാരായിട്ട് നമുക്ക് കാണാൻ പറ്റും. എവിടെ ചെന്നാലും ഇവർ തന്നെ നമ്മളെ വിളിച്ചുകൊണ്ട് പോകും, ഭക്ഷണം തരും, ഇത് തരും. വീണ്ടും തിരിച്ച് ഒമാനിൽ നിന്ന് ഞാൻ കരുതിയിരുന്നത് സൗദി വഴി പോകാമെന്നാണ്. അപ്പോഴാണ് അറിയുന്നത് സൗദി വഴി സൈക്കിളിന് പോകാൻ പറ്റില്ല. കാരണം അവിടെ എല്ലാം ഹൈ സ്പീഡ് ഹൈവേകൾ മാത്രമാണ്. 150 കിലോമീറ്ററും ചിലയിടത്തെല്ലാം സ്പീഡ് ലിമിറ്റ് പോലും ഇല്ലാത്ത ഹൈവേകളുമാണ്. അവിടെ ഒന്നും സൈക്കിളിന് അനുവദിക്കില്ല. ഞാൻ വിൻ്റർ കഴിഞ്ഞിട്ട് ഏപ്രിൽ, അപ്പം ഞാൻ എൻ്റെ മനസ്സിലുള്ളത് സൗദി വഴി ചവിട്ടി അങ്ങനെ കുവൈറ്റെല്ലാം കയറി വീണ്ടും തുർക്കിയിലേക്ക് കയറി, അപ്പോൾ ഒരു വിൻ്റർ എല്ലാം കടന്ന ഒരു ഏപ്രിലിൽ വീണ്ടും ഗ്രീസിലേക്ക് എത്താം, അല്ലെങ്കിൽ യൂറോപ്പിൻ്റെ ഏതെങ്കിലും ഭാഗത്തേക്ക് എത്താമെന്നുള്ള പ്ലാനിലാണ് ഇരിക്കണത്. അത് ഉദ്ദേശിച്ചാണ് ദുബായിലേക്ക് വന്നത്. പക്ഷെ നടക്കില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ വീണ്ടും ദുബായിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്തിട്ട് പെട്ടെന്ന് ടിക്കറ്റ് എടുത്ത് ഞാൻ ഗ്രീസിലേക്ക്, ആഥൻസിലേക്ക് ടിക്കറ്റ് എടുത്തു. ഗ്രീസ് എവിടെയും ചരിത്രമാണ്, എവിടെയും പഴയ കെട്ടിടങ്ങൾ ആണ്. സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത ഇടത്തൊക്കെയാണ് ഞാൻ സൈക്കിളുമായിട്ട് എത്തിയേക്കുന്നത്. എന്തായാലും അവിടെ നിന്ന് പാട്രയിൽ നിന്ന് നേരെ ഒരു ചെറിയൊരു കടത്ത് കടന്നിട്ട് ഇറ്റലിയുടെ ബാരിയിലേക്ക് എത്തി. ബാരിയിൽ നിന്നും ചവിട്ടി നീങ്ങുകയാണ്. അപ്പോൾ കൊടും തണുപ്പാണ്. എനിക്ക് തണുപ്പ് പ്രശ്നമല്ലായിരുന്നു. പക്ഷേ യൂറോപ്പിൽ തണുപ്പിനേക്കാൾ വലിയ ബുദ്ധിമുട്ട് നല്ല മഴയുണ്ടാവും. നമ്മുടെ കേരളത്തിലെ പോലെ പേമാരിയല്ല, പക്ഷെ എപ്പോഴും മഴയുണ്ടാവും. അതിനോടൊപ്പം തന്നെ നല്ല ശക്തമായ കാറ്റ്. അത് നമ്മുടെ നാട്ടിലൊക്കെ അത് കൊടുങ്കാറ്റ് എന്ന് പറഞ്ഞാൽ പോലും അല്ല, അതിനേക്കാൾ ശക്തമാണ്. പക്ഷെ യൂറോപ്പിൽ അത് സ്വാഭാവികതയാണ്. ഈ കാറ്റും വലിയ ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും നീങ്ങിയാലേ പറ്റൂ യാത്രികന്. ഇതെല്ലാം അനുഭവങ്ങളാണ്. എന്തായാലും നീങ്ങിക്കൊണ്ടേയിരുന്നു. അങ്ങനെ മിലാനിൽ നിന്ന് വീണ്ടും ഫ്രാൻസാണ് അടുത്തതുള്ളത്. അതിനിടയ്ക്ക്
ഞാൻ നോക്കിയപ്പോൾ മൊണാക്കോ എന്ന് പറഞ്ഞ ഒരു രാജ്യം ഫ്രാൻസിൻ്റെ ഇടയിൽ കണ്ടു. ഏറ്റവും ചെറിയ, ലോകത്തിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ രാജ്യം. അപ്പോൾ എന്തായാലും അവിടേക്ക് പോകാമെന്ന് കരുതി. മൊണാക്കോ എനിക്കത് ഇഷ്ടപ്പെട്ടത്. നേരെ മൊണാക്കോയിൽ താഴ്ത്തു നിന്ന് മുകളിലേക്ക് 2 കിലോമീറ്റർ സ്ക്വയറിലുള്ള രാജ്യം. അതിലേക്ക് പോകാൻ നേരെ ഒരു ലിഫ്റ്റ് ഉണ്ട്. അപ്പോൾ സൈക്കിളും കയറ്റി ലിഫ്റ്റിൽ തന്നെ മുകളിൽ കയറി. 2 കിലോമീറ്റർ ഉള്ളെങ്കിലും ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാജ്യമാണ്. ആ 2 കിലോമീറ്ററുള്ള അതിനകത്ത് നിറയെ കെട്ടിടങ്ങളാണ്. ആ കെട്ടിടങ്ങൾക്കെല്ലാം മുകളിലും മരങ്ങളുണ്ട്. കാരണം അവർക്ക് മരം വയ്ക്കാൻ വേറെ സ്ഥലമില്ല. അവിടെയും പാർക്കുണ്ട്. എന്തായാലും ഫ്രാൻസ് ഓൾറെഡി ഞാൻ പല ഭാഗങ്ങളും സഞ്ചരിച്ചുകൊണ്ട് തന്നെ ഫ്രാൻസിനെ അതുപോലെ തണുപ്പുമാണ്. 3 മാസം കൂടുമ്പോൾ പുറത്തു പോവുകയും ചെയ്യണമല്ലോ യൂറോപ്പിൽ നിന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ ഫ്രാൻസിൻ്റെ ഭാഗങ്ങളെല്ലാം ഈ തണുപ്പുള്ളത് കൊണ്ട് ട്രെയിനിൽ വീണ്ടും സ്കിപ്പ് ചെയ്ത് പോയി. എന്നിട്ട് വീണ്ടും സ്പെയിനിലെ ബാഴ്സലോണയിലേക്ക് എത്തി. പിന്നെ അവിടെ നിന്ന് വീണ്ടും ചവിട്ടി ബാഴ്സലോണയിൽ നിന്ന് പോർച്ചുഗലിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ബാഴ്സലോണയിൽ നിന്ന് മാഡ്രിഡിൻ്റെ അടുത്ത് കൂടെ ടിമിസോറ അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം പെരും മഴയുണ്ട്. പലപ്പോഴും വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ എല്ലാം രസകരമാണ്. എവിടെ ചെന്നാലും ആളുകൾ കൂടുന്നു. എന്തായാലും അങ്ങനെ ഞാൻ പോർച്ചുഗലിലെത്തി. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. പോർച്ചുഗലിലെ ഏറ്റവും വലിയ സൈക്ലിംഗ് ഫെസ്റ്റ് നടക്കുകയാണ്. സൈക്കിൾ റേസ് നടക്കുകയാണ് അൽഗാർവേയിൽ. ഞാൻ ചെല്ലുമ്പോഴാണ് അതുള്ളത്. എന്തായാലും അതിലൊക്കെ പങ്കെടുത്ത് അങ്ങനെ കടന്ന് വീണ്ടും സ്പെയിനിലേക്ക് കടന്ന് സ്പെയിനിലൂടെ വീണ്ടും സെർബിയയിലെത്തി. അപ്പോൾ ഇനി 3 മാസം യൂറോപ്യൻ യൂണിയന് പുറത്തുള്ളത്. അപ്പം ഞാൻ കരുതി ബാൾക്കൻ രാജ്യങ്ങൾ എന്ന് പറയുന്ന പഴയ യുഗോസ്ലാവിയയുടെ ഭാഗമായിരുന്ന ഈ രാജ്യങ്ങളിലൂടെ ചെലവഴിക്കാമെന്ന് കരുതി. അതിൽ ചില രാജ്യങ്ങളെല്ലാം യൂറോപ്യൻ യൂണിയനിലാണ്. അതിലൊന്നും പോകാൻ പറ്റില്ല. യുഗോസ്ലാവിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ചരിത്രപാഠങ്ങളിലെല്ലാം പഠിച്ചിട്ടുണ്ട്. ചേരിചേരാ പ്രസ്ഥാനം, നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ് ഇന്ത്യയുടെ ഒപ്പം വളരെ നമുക്കൊപ്പം നിന്ന രാജ്യമാണ്. അപ്പോൾ യുഗോസ്ലാവിയയുടെ ഇന്നത്തെ 6-7 രാജ്യങ്ങളായിട്ട് അത് പലതും വിഭജിച്ചു പോയി. അതിൽ ചില രാജ്യങ്ങളെല്ലാം യൂറോപ്യൻ യൂണിയനകത്താണ്. അപ്പം നമുക്ക് അവിടേക്ക് പോകാൻ പറ്റില്ല. ഈ ബാൾക്കൻ രാജ്യങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത, യൂറോപ്പിലെവിടെയും പറഞ്ഞല്ലോ ആളുകൾ വന്നുകൂടുമെന്ന്, അത് നമുക്ക് അചിന്തനീയമായ വിധത്തിലാണ് ബാൾക്കൻ രാജ്യങ്ങൾ. എവിടെ ചെന്നാലും ആളുകൾ വിളിച്ചുകൊണ്ടുപോകും, വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുവന്ന് താമസം തരുന്നു, ഭക്ഷണം തരുന്നു. എനിക്ക് സത്യത്തിൽ ബാൾക്കൻ രാജ്യങ്ങൾ വിട്ടു പോരാനേ തോന്നിയില്ല. ഏതായാലും 3 മാസം അങ്ങനെ മോണ്ടിനെഗ്രോയിൽ നിന്ന് അൽബാനിയ എന്ന് പറഞ്ഞ രാജ്യത്തേക്ക് നീങ്ങുന്നു. അൽബാനിയയിൽ നിന്ന് വീണ്ടും നോർത്ത് മക്കഡോണിയ, നമ്മുടെ മദർ തെരേസയുടെ നാട്, സ്കോപ്പിയ എന്ന് പറഞ്ഞ് മദർ തെരേസയുടെ സ്മാരകം എല്ലാം ഉള്ള നാട്. അവിടെ നിന്നും സെർബിയ അംഗീകരിക്കാത്ത ഒരു ചെറിയൊരു പുതിയതായിട്ടുണ്ടായ രാജ്യമുണ്ട്, കൊസോവോ എന്ന് പറഞ്ഞ് സെർബിയയിൽ നിന്ന് ഇപ്പോൾ വിട്ടു വന്നിട്ടുള്ളത്. കൊസോവോയിലേക്ക് ഞാൻ കയറി. ഈ കൊസോവോയിൽ നിന്ന് വീണ്ടും എനിക്ക് കടന്നു വരേണ്ടത് സെർബിയയിലൂടെ തന്നെയാണ് പുറത്തേക്ക് ഇറങ്ങേണ്ടത്. ഈ കൊസോവോ സെർബിയയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്ന് സെർബിയ അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കൊസോവോയിൽ നിന്ന് സെർബിയയിലേക്ക് കടക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും എനിക്ക് മോണ്ടിനെഗ്രോ പോകേണ്ടി വന്നു. അങ്ങനെ വളഞ്ഞ് വീണ്ടും സെർബിയ വഴി വീണ്ടും നീങ്ങുകയാണ്. ഇനി എൻ്റെ മനസ്സിലുള്ള അപ്പോഴേക്കും യൂറോപ്പിലേക്ക് കടക്കാവുന്ന 3 മാസം പരിധി കഴിഞ്ഞു. യൂറോപ്പിനകത്തേക്ക് കയറാം. നേരെ നീങ്ങുകയാണ്. ഹംഗറി വഴി പോളണ്ടിലേക്ക് നീങ്ങാമെന്ന് കരുതി. പോളണ്ട്, ലാത്വിയ, ലിത്വാനിയ, എസ്റ്റോണിയ അങ്ങനെയൊക്കെ നീങ്ങാമെന്ന് കരുതി. അങ്ങനെ പോളണ്ടിലേക്ക് എത്തി. അപ്പം ഞാൻ മോണ്ടിനെഗ്രോയിലായിരുന്നപ്പോൾ ഒരു കടൽ തീരത്ത് മോണ്ടിനെഗ്രോയിൽ അഡാബോയാന എന്ന് പറഞ്ഞ് പരിചയപ്പെട്ട ഒരു പോളണ്ടുകാരനുണ്ട്. അദ്ദേഹം കണ്ടു പറഞ്ഞിരുന്നു, പോളണ്ടിൽ വരുമ്പോൾ ഞങ്ങൾ ചെക്ക് അതിർത്തി തന്നെയാണ്, പോളണ്ടിൻ്റെ അതിർത്തി തന്നെയാണ്, അരുൺ ഞങ്ങളുടെ വീട്ടിൽ വരണം, ഞങ്ങളുടെ വീട്ടിൽ താമസിക്കണമെന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ 2 കുട്ടികളും വൈഫുമായിട്ട്. അപ്പോൾ അദ്ദേഹത്തിന് തേനീച്ച വളർത്തലാണ് ജോലി. പോളണ്ടിലെത്തി ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ചെന്നു. ഒറ്റമുറി, അത് അടുക്കള, അതിൻ്റെ മുകളിൽ അദ്ദേഹവും കുടുംബവും താമസിക്കുന്നു. അവരുടെ തേനീച്ചയെ വളർത്തുന്ന ഒരു ചെറിയ ഷെഡ്, അതിനകത്താണ് എനിക്ക് താമസം തന്നിട്ടുള്ളത്. അതായത് താഴെ മുഴുവനും തേനീച്ച പെട്ടികൾ, അതിൻ്റെ മുകളിൽ ഞാൻ പായ വിരിച്ച് കിടക്കുന്നു. രസമായിരുന്നു അത്. അപ്പം ഞാൻ അവിടെ എത്തിയെന്നറിഞ്ഞതും പോളണ്ട് ടൂർ ദെ പോളണ്ട് എന്നുള്ള ഇത് വളരെ ലോകപ്രസിദ്ധമാണ്. ഫ്രാൻസിലെ ടൂർ ദെ ഫ്രാൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള സൈക്ലിംഗ് ഈവൻ്റാണ്, സൈക്ലിംഗ് റേസ് ആണ്. അതുപോലെയുള്ള ഒന്നാണ് ടൂർ ദെ പോളണ്ടിൽ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രചരണമായിട്ട് ഞാൻ വന്നു എന്നറിഞ്ഞതും അവിടുത്തെ ഉസ്ട്രോൺ മുനിസിപ്പാലിറ്റി എനിക്കൊരു സ്വീകരണം തന്നെ എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്തു. ഞാൻ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ 1 ദിവസം 2 ദിവസം നിൽക്കാമെന്ന് കരുതിയാണ് ഞാൻ ചെന്നത്. അപ്പം ഞാൻ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് അവരെനിക്ക് ഒരു 4 ദിവസം കഴിഞ്ഞുള്ള തീയതിയിൽ ഒരു സ്വീകരണം അറേഞ്ച് ചെയ്തേക്കണം. അപ്പം ഞാൻ
ശരി, ഏറ്റു. സന്തോഷമാണല്ലോ. മറ്റൊരു രാജ്യത്ത് നിന്നിട്ട് ഒരു ഭാഷ പോലും അറിയാത്ത ഏതോ നാട്ടിൽ നിന്ന് വന്ന ഒരാൾക്ക് ആ നാട്ടുകാർ വലിയ സ്വീകരണം തരിക എന്ന് പറഞ്ഞാൽ, മുനിസിപ്പാലിറ്റിയുടെ സ്വീകരണം, സിറ്റി കൗൺസിൽ, ഇവിടെ മുനിസിപ്പാലിറ്റി അല്ല പറയുക, സിറ്റി കൗൺസിലിൻ്റെ സ്വീകരണത്തിന് ഇത് ചെയ്തു. അപ്പം ഞാൻ രാവിലെ ഇന്ന് എനിക്ക് സ്വീകരണം തരാമെന്ന് വൈകുന്നേരം 5 മണിക്കാണ് ഏറ്റിട്ടുള്ളത്. ഞാൻ രാവിലെ ഈ സ്വീകരണ സ്ഥലം ഒക്കെ ഒന്ന് കാണാൻ പോയി. ചെല്ലുമ്പോൾ പുതിയ സ്റ്റേജ് ഓൾറെഡി ഓപ്പൺ എയർ സ്റ്റേജ് ഉണ്ട്. അവിടെ പുതിയ കസേരകൾ, പുതിയ LED വാളെല്ലാം പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എല്ലാം നോക്കിയിരുന്നു. അപ്പോൾ ഒരു ചുവന്ന ഫ്രോക്ക് ഇട്ട ഒരു ലേഡി അവരെന്നോട് വർത്തമാനം പറഞ്ഞു. വൈകുന്നേരം 5 മണിക്ക് ഞാൻ അവിടെ എത്തി. ഞാൻ വൈകുന്നേരം ചെന്ന് കഴിയുമ്പോൾ എനിക്ക് വേണ്ടി മാത്രമാണ് അതെല്ലാം ചെയ്ത്. പുതിയ കസേരകൾ പോലും പിടിപ്പിച്ചത് എല്ലാം എനിക്ക് വേണ്ടിയിട്ടാണ്. ഈസി ചെയറിനകത്ത് അവരവരുടെ സ്പോൺസർമാരെ ഞാൻ രാവിലെ കണ്ടിരുന്നു. സ്പോൺസർമാർക്ക് വേണ്ടിയിട്ട് ഉള്ള ആ ഇതെല്ലാം ചെയ്തിട്ടുള്ള ഈസി ചെയറുകളാണ്. എല്ലാം എനിക്ക് വേണ്ടി മാത്രമാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ സ്തബ്ധനായി. കൃത്യം 10 ചോദ്യങ്ങൾ. ഒരു ട്രാൻസ്ലേറ്റർ, നേരത്തെ പറഞ്ഞ ചുവന്ന ഡ്രസ്സ് ഇട്ട ലേഡി ഉണ്ടല്ലോ, അവരിതിൻ്റെ അവതാരകയായിരുന്നു. ഇത് കഴിഞ്ഞപ്പോൾ അവരെനിക്ക് കുറച്ച് പൈസ തന്നു. ഞാൻ നീങ്ങുന്ന വിൻ്ററിലേക്കാണ്. അപ്പോൾ സ്കാൻഡിനേവിയ ഭാഗത്തേക്കാണ് നീങ്ങുന്നത്. അതായത് ലാത്വിയ, ലിത്വാനിയ, എസ്റ്റോണിയ, അവിടെ നിന്ന് ഫെറി എടുത്ത് നമ്മളുടെ മറ്റ് സ്കാൻഡിനേവിയ രാജ്യങ്ങളിലേക്കാണ് നീങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ നീങ്ങുന്നതിന് കൊടും തണുപ്പാണ്. അപ്പോൾ തന്നെ പോളണ്ട് സമ്മർ സമയമാണെങ്കിലും നല്ല തണുപ്പാണ്. അപ്പം നിങ്ങൾക്ക് അതുകൊണ്ട് കുറച്ച് തണുപ്പിനെ നേരിടാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് അവരെനിക്ക് സമ്മാനമായിട്ട് തന്നു. ഞാൻ അന്ന് തന്നെ അവിടെ നിന്ന് അടുത്ത ദിവസം രാവിലെ തന്നെ അവിടെ നിന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങി. പോളണ്ടിൽ നിന്നും ഇനി പോകുന്നത് ലിത്വാനിയയ്ക്കാണ്. ലിത്വാനിയ വാഴ്സോ വഴി പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഓഷ്വിറ്റ്സ് എന്ന് പറഞ്ഞ് അവിടെ കാണണമെന്നുണ്ട്. ഓഷ്വിറ്റ്സിലാണ് ജൂതന്മാരെ ഹിറ്റ്ലറിൻ്റെ നാസി പടയാളികൾ കൊണ്ടുവന്ന് പീഡിപ്പിച്ച് ലക്ഷങ്ങളെ കൊന്നൊടുക്കിയിടം. അതുവഴിയെല്ലാമാണ് പോകുന്നത്. അടുത്ത ദിവസം പോളണ്ടിലെ പത്രങ്ങളിൽ അതൊരു വാർത്തയായിരുന്നു. എനിക്കെന്ന സ്വീകരണം. നിർഭാഗ്യവശാൽ എനിക്കതിൻ്റെ കോപ്പിയൊന്നും കിട്ടിയില്ല. കാരണം ഞാൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞല്ലോ. പത്രങ്ങളിലൊക്കെ വരുമെന്ന് അറിയുക പോലും ഇല്ലായിരുന്നു. എങ്കിലും ഒരു കോപ്പി മാത്രം എനിക്ക് കിട്ടി. ഓൺലൈനിൽ കിട്ടി. അത് പോളിഷ് ഭാഷയെ പോലും നമ്മളുടെ പേര് വരുമ്പോൾ ഒരു സന്തോഷം. എന്തായാലും പോളണ്ടിലൂടെ ഞാൻ വാഴ്സോയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നീങ്ങുമ്പോൾ ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ഒരു പെൺകുട്ടി, 35 വയസ്സോടെ തോന്നിക്കുന്ന ഒരു ലേഡി എന്നെ കണ്ടിട്ട് കൂടി വന്ന് എൻ്റെ ഫോട്ടോ എടുത്തു. ഉടനെ തന്നെ എന്തൊക്കെയോ അവർ പറഞ്ഞു പോയി. പോളിഷ് ഭാഷയായിരിക്കുമെന്ന് എനിക്ക് തോന്നി. അവരത് കഴിഞ്ഞു. ഉടനെ തന്നെ അവരുടെ ബസ് വന്നു. അവർ യാത്ര ചെയ്ത് പോയി. സ്വാഭാവികമായിട്ട് എല്ലായിടത്തും ഉള്ള പോലെ തന്നെ ഞാൻ കരുതി. 1-2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ നീങ്ങുമ്പോൾ വീണ്ടും ഒരു ബസ് സ്റ്റോപ്പിൽ അത് കടന്ന് മുന്നോട്ടേക്ക് പോകുമ്പോൾ അവരവിടെ നിൽക്കുന്നു. എന്നെ കണ്ടിട്ട് ഒരു ബിയറിൻ്റെ കേസും പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അവർ വീണ്ടും എന്നെ കെട്ടിപ്പിടിച്ച് കുറേ സംസാരിച്ചു. ചിലതൊക്കെ ട്രാൻസ്ലേറ്റർ ഇട്ട് എനിക്ക് മനസ്സിലായി. എനിക്ക് ബിയർ തന്നു. സാധാരണ രീതിയിൽ തന്നിട്ടുണ്ടെങ്കിൽ കാപ്പി ഒഴികെ ബിയർ എന്നാൽ ഞാനിത് കഴിക്കാറില്ല എന്ന് പറഞ്ഞ് കൊടുക്കലാണ് പതിവ്. എന്തോ എനിക്ക് അവരോടത് നോ പറയാൻ തോന്നിയില്ല. ഞാൻ എന്തായാലും ബിയർ മേടിച്ച് ആർക്കെങ്കിലും വഴിയിൽ കൊടുക്കാമല്ലോ എന്ന് കരുതി മേടിച്ചു വെച്ചു. കുറച്ച് കഴിഞ്ഞാൽ നീങ്ങുമ്പോൾ എനിക്ക് അവരെ അപ്പം എൻ്റെ മെസ്സഞ്ചർ ID ഒക്കെ മേടിച്ചിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ഞാനങ്ങനെ ഫേസ്ബുക്കിൽ ആക്റ്റീവല്ല. പക്ഷേ നോക്കിയപ്പോൾ എനിക്ക് മെസ്സഞ്ചറിലൊരു മെസ്സേജ്, എനിക്ക് താങ്കളെ വീട്ടിലേക്ക് വിളിക്കാമായിരുന്നു, എനിക്കും മകൾക്കും താങ്കൾക്ക് ഭക്ഷണം തരാമായിരുന്നു, ഞാൻ ആ തിരക്കിൽ വിട്ടുപോയി, താങ്കൾ എങ്ങോട്ടാണ് പോകുന്നത്, ഞങ്ങൾ താങ്കൾക്ക് ഒരു സമ്മാനം തരാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അവർ ഒരു പോളണ്ടിലെ ഒരു ഓൺലൈൻ ഷോപ്പുണ്ട്, അതിൽ അവർ പേ ചെയ്തിട്ട് എനിക്ക് അവിടെ പോയിട്ട് പോകുന്ന വഴിക്കെല്ലാം ഉള്ളതാണ്, അവിടെ നിന്ന് കളക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവർ യുക്രൈൻ വംശജയാണ്, എഡിറ്റ് എന്നാണ് പേര്. ഇവർ യുക്രൈനിൽ നിന്ന് അഭയാർത്ഥിയായിട്ട് വന്നതാണ്. യുദ്ധത്തിൽ യുക്രൈനിലെ റഷ്യൻ വാറിൽ അഭയാർത്ഥിയാണ്. അവരുടെ ഹസ്ബൻഡ് ആദ്യം ആംബ്യൂട്ടഡ് ആണ്. ഇതെല്ലാം പിന്നീട് എനിക്ക് അവർ അറിയിക്കുന്നുണ്ട്. അവരുടെ ഭർത്താവ് ആദ്യം ആംബ്യൂട്ടഡായി, കാല് മുറിച്ചു മാറ്റി, പിന്നെ അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം യുക്രൈനിലായിരുന്നു. ഇവരും മക്കളും ആണ് ഇവിടെ ഉള്ളത്. ഞാൻ എന്തായാലും ഇവർക്ക് മറുപടി കൊടുത്തു, ഞാൻ പോകുന്നത് ഇങ്ങോട്ടാണ്, പക്ഷേ എനിക്ക് സമ്മാനം വേണ്ട, താങ്കളുടെ ഈ സ്നേഹം തന്നെ ധാരാളം മതി എന്ന് പറഞ്ഞു. എന്നാലും നമുക്കൊരു ആകാംക്ഷ ഉണ്ടല്ലോ. പിന്നെ ഇടയ്ക്കൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ ഫേസ്ബുക്കിൽ ആക്റ്റീവ് അല്ല, മെസ്സഞ്ചറിൽ ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തു. അവരുടെ മറുപടി ഒന്നും കാണുന്നില്ല. അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ അവരെ നോക്കും, പക്ഷേ ഒരു റിപ്ലൈ ഒന്നുമില്ല. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഫോട്ടോയാണ് വാട്സാപ്പിൽ വരുന്നത്. ഒരു ഓങ്കോളജി വാർഡ് എന്നെഴുതിയ ഒരു ഇതിൻ്റെ ഫോട്ടോ മാത്രം. പിന്നീട് അവർ പറയുമ്പോഴാണ്, അവരെനിക്ക് മെസ്സേജ് ചെയ്ത് കഴിയുമ്പോഴാണ് അറിയുന്നത് അവർ ക്യാൻസർ സർവൈവർ, ക്യാൻസർ 4th സ്റ്റേജിലുള്ള ആളാണ്. അന്ന് എന്നെ കാണുമ്പോൾ 2 ആഴ്ചയായിട്ട് അവർ കിടപ്പിലായിരുന്നു. 2 ആഴ്ച കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് വന്നന്നാണ്, ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങുന്നതാണ് അവർ വീട്ടിൽ നിന്ന്. എന്നേരമാണ് എന്നെ കാണുന്നത്. വീണ്ടും അവർ വീക്കായി
ഇങ്ങനെയായി. പിന്നെ അവരെനിക്ക് അയക്കുന്നത് ഫോട്ടോ മല കയറുന്നത്, കാട്ടിൽ കയറുന്നത്, ഒരുപാട് സഞ്ചരിക്കുന്ന, സൈക്കിൾ ചെയ്യുന്നത്. അവരെന്നോട് പറയുന്നത്, നീയാണ് എനിക്ക് ജീവിക്കാനുള്ള പ്രേരണ തന്നത്, എനിക്കിനി ജീവിക്കണം. അപ്പം അവരുടെ മകള് 16 വയസ്സുള്ള അവരുടെ മകള് ജോലി ചെയ്തിട്ടാണ് അവർ ഇത് ചെയ്യുന്നത്. അപ്പം പോളണ്ട് അവർക്ക് ഓപ്പറേഷൻ അതെല്ലാം പോളണ്ട് തന്നെ ചെയ്തു കൊടുക്കും. എന്തായാലും ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ലോകത്തെ ആരെയൊക്കെയാണ് ഞാൻ എന്നെ ഇൻസ്പയർ ചെയ്യാൻ തുടങ്ങിയ യാത്ര പലരെ ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തായാലും യാത്ര അങ്ങനെ കൂടുതൽ ഹൃദയത്തോട് കൂടുതൽ സന്തോഷത്തോടെ മുന്നോട്ട് നീങ്ങുകയാണ്.